ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഉള്ളത്. പാലക്കാട് ജില്ല അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇത് മുസ്ഫിറാൻ്റെ വീടാണ്. നമ്മുടെ മുസ്ഫിറാനെ കാണാനാണ് ഇവിടെ വന്നത്. മുസ്ഫിറാക്ക് പറ്റിയ ഒരു ചെക്കനെ നമുക്ക് കണ്ടുപിടിക്കണം. അവൾക്ക് ജന്മനാ കാഴ്ച പ്രശ്നമാണ്. അപ്പോൾ അവളുടെ വിശേഷങ്ങളൊക്കെ നമുക്കറിയണം. അതിൻ്റെ മുന്നോടിയായിട്ട് വേറെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ദിവസവും എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് പറ്റിയ പാവപ്പെട്ട കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. അവരോടാണ് ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡായ ആളുകളുടെ കല്യാണക്കാര്യം നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ എന്ന രൂപേണ എത്തിച്ചിട്ട് അത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ഒരാളെ നല്ലൊരു പയ്യനുണ്ട് എൻ്റെ അറിവിൽ, നിങ്ങൾക്ക് അവൻ്റെ നമ്പർ തരാം, അവരെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ആർക്കും കണക്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരാളെ നമുക്ക് അത്രയും അറിയുന്ന ആളെ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂ, അല്ലേ? പേഴ്സണലി അത്രയും അറിയണം ഒരാളെ പറ്റി നമുക്ക്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണൊക്കെ. ഇല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് നീ പറഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി തരിക. നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുന്നത് പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വരുന്ന ആളുകൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഡിഫറെൻ്റ് ഏബിൾഡായ ഒരു കുട്ടിയുണ്ട്, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവരെ പറ്റി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരും നല്ലോണം അന്വേഷിച്ചിട്ട് മാത്രമേ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവൂ കേട്ടോ. ഇനി നമുക്ക് മുസ്ഫിറാനെ കണ്ടിട്ട് ഓളെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ? എന്നാ വാ. മുസ്ഫിറ, എന്തെങ്കിലും ഷോർട്ട് നെയിം ഉണ്ടാ? അത് ശരി. എവിടെയാ പഠിക്കുന്നേ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോൾ. PhD ഏതിലാ? മലയാളം. ആ, ലാസ്റ്റ് ഇയറാ? മൂന്നാമത്തെ വർഷം. ഇനി 3 വർഷം കൂടി ഉണ്ട്. ഈ കാഴ്ച പ്രശ്നം ജന്മന ഉള്ളതായിരുന്നോ അല്ലെങ്കിൽ പിന്നീട് കുറഞ്ഞതാണോ? ജന്മന ഉള്ളതാ. ജന്മന ഉള്ളതാണ്. അപ്പൊ എത്ര ശതമാനാണ്? അങ്ങനെ 25% 25% കാണും. ബാക്കി 75% കുറവ്. ആ, അത് ശരി. അപ്പൊ ഒറ്റയ്ക്ക് യാത്ര ചെയ്യലുണ്ടോ? ആ, യൂണിവേഴ്സിറ്റിയിലേക്ക് ഒറ്റയ്ക്ക് പോകലുണ്ടോ? ഇവിടുന്ന് ഒറ്റയ്ക്ക് യൂണിവേഴ്സിറ്റി പോവാറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാറുണ്ട്. ആ, അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പിങ് ചെയ്യായിരിക്കും അല്ലേ? ഫ്രണ്ട്സ് ആണ് എന്നെ ഇവിടം വരെ എത്തിച്ചതൊക്കെ എന്റെ ഫ്രണ്ട്സുകളാണ്. എക്സാം ഒക്കെ എങ്ങനെ എഴുതല്? സ്ക്രൈബ് വെച്ച്. ആ, ബ്രെയിലി ബി അറിയാം. ഞാൻ 5 മുതൽ 7 വരെ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ +2 വരെ മങ്കട ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി BEd ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ MA MPhil ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ഇത്രയും ഡിഗ്രി ഒക്കെ നെറ്റ് JRF ഉണ്ട്, HSന്റെ ലിസ്റ്റിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ HSന്റെ ലിസ്റ്റിലുണ്ട് ഇപ്പൊ. അടിപൊളി, കിട്ടട്ടെ അല്ലേ? ഉമ്മാന്റെ പേരെന്താ? സുബൈദ. നിങ്ങൾ ഇവിടെ എത്ര മക്കളാ? 3 ആളായിരുന്നു. ഒരു മകൻ പിന്നെ പെട്ടെന്ന് മരണപ്പെട്ടു. ഇപ്പൊ 2 ആളുകളും ഇവിടെ മോളായിട്ട്. പിന്നെ വലിയൊരു മോനുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളുണ്ട്. കുട്ടികളൊക്കെയാണ്. പിന്നെ ഭർത്താവ് ഗൾഫിലാണ്. മുസ്ഫിറാക്ക് എത്ര വയസ്സായി? 32 അല്ലേ? ഉമ്മ, ഈ കറക്റ്റ് ഈ സ്ഥലം എവിടെയാണ്? അലനല്ലൂർ. ഇത് അലനല്ലൂരാണ് അല്ലേ? പാലക്കാട് ജില്ലയിൽ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? മുളപ്പേട്ട. പഞ്ചായത്ത് അലനല്ലൂർ പഞ്ചായത്ത് അല്ലേ? വാർഡോ? 14 വാർഡ് അല്ലേ? ദൂരം പ്രശ്നമുണ്ടോ വരുന്ന ആളുകൾക്ക്? ഇത് കണ്ടിട്ട് നിങ്ങളെ കുറച്ച് ആളുകളെല്ലാം കോണ്ടാക്ട് ചെയ്യൂ, ഇങ്ങനെ താല്പര്യമുള്ള ആളുകൾ. അപ്പം പല ഏരിയ എന്നുള്ള ആളുകളായിരിക്കും കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ദൂരം പ്രശ്നമുണ്ടോ? അത്ര വലിയ കോഴിക്കോട് അങ്ങനെയൊക്കെ കുഴപ്പമില്ല. എന്താ മുസ്ഫിറ, ദൂരം പ്രശ്നമുണ്ടോ? ഇല്ല, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം ഒക്കെ കുഴപ്പമില്ല അല്ലേ? വേറെ എന്താണ് വരുന്ന ചെക്കനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ്? അത്യാവശ്യം ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ ഒരു മിനിമം ഒരു ഡിഗ്രി PG കഴിഞ്ഞ ഒരാളായിരിക്കണം. പിന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഞാനിങ്ങനെയാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ അത്യാവശ്യം ഒരു ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ എന്താ, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അത്ര നല്ലത്. പിന്നെ ജോലിക്കൊക്കെ വിടുന്ന അങ്ങനെയൊക്കെയുള്ള മൈൻഡുള്ള നമ്മൾ വിടുന്ന ഒരാളായിരിക്കും. കാരണം അത്രയും പഠിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് പോകേണ്ടതും എനിക്ക് അത്യാവശ്യമാണ്. ഇത്രയും ഡിഗ്രീസ് ഒക്കെ ഉള്ള ആളാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടട്ടെ. അതെ. സുറ, വേറെന്താ പറയാനുള്ളത്?
എനിക്ക് കല്യാണം കഴിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു കടമയായിട്ട് കഴിക്കുന്നതല്ല. എൻ്റെ എനിക്ക് അയാളും ഞാൻ അയാൾക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ രണ്ടാം വിവാഹത്തിന് കഴിഞ്ഞ ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. സെക്കൻഡ് മാരേജിനോട് അങ്ങനെയല്ല, ഞാൻ കഴിക്കുന്ന ആൾ ഫസ്റ്റ് മാരേജ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് ഒരു ഭാര്യ നിൽക്കേ വേറൊരാൾ കല്യാണം, അതിനോടും എനിക്ക് താല്പര്യമില്ല. നിലവിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഒരു സെക്കൻഡ് മാരേജ് എന്നുള്ള ഡിസിഷൻ അതിനോട് എനിക്ക് താല്പര്യമില്ല. കടമയായിട്ട് കഴിക്കാനല്ല ഞാൻ കല്യാണം കഴിക്കുന്നത്. ഫ്രണ്ട്ലി ആവണം, ഏകദേശം നമ്മുടെ ഒരു പാർട്ട്ണർ ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം, അങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് ഇഷ്ടം. മുസ്ഫിറ മലയാളത്തിലാണ് PhD എടുക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ ടോപ്പിക് അങ്ങനെ എന്തോ ഉണ്ടോ? മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, ജനപ്രിയതയുടെ പ്രയോഗ മാതൃക, ശ്രീകുമാരൻ തമ്പിയുടെ രചനകളെ മുൻനിർത്തിയ ഒരു പഠനം. ഞാൻ ചലച്ചിത്ര ഗാനങ്ങളിലാണ് PhD ചെയ്യുന്നത്. ശരി. അപ്പോ പാട്ടുകളൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? പാട്ടുകളൊക്കെ അറിയാം. ഏതെങ്കിലും ഒരു 2 വരി. ശ്രീകുമാരൻ തമ്പിയുടെ അല്ല, വേറെ പാട്ടോടാ. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, രാജശില്പി. അടിപൊളി, സൂപ്പറായി. പിന്നെ ഉമ്മ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നല്ലോണം അന്വേഷിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. കാരണം നല്ല സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വിളിക്കുന്ന ആളുകൾ. പക്ഷെ നമ്മൾ അവരെ പറ്റി പേഴ്സണലി അവരെ നാട്ടിലും എല്ലാം നല്ല രീതിയിൽ അന്വേഷിക്കണം. പിന്നീട് ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡായ കുട്ടികളെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം വഴി ആളുകളിലേക്ക് എത്തിക്കുക, അതുവഴി അവർക്കൊരു കല്യാണം റെഡിയാവുക എന്നുള്ളൊരു ഉദ്യമമായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ കാര്യങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ നമുക്കതിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. സംസാര രീതി കാര്യങ്ങളൊക്കെ നല്ല രീതിയായിരിക്കും, പക്ഷെ അവരെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മുസ്ഫിറാൻ്റെ ബ്രദറാണ് കേട്ടോ. നിങ്ങളുടെ പേര്? മുസ്ഫർ. ഉസ്ഫർ. വെറൈറ്റി പേരാണല്ലോ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? പെയിന്റിങ്ങിന്റെ പരിപാടി അല്ലേ? മൂപ്പര നമ്പറിൽ കൊടുക്കുന്നുണ്ട്. മുസ്ഫിറാൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആ നമ്പറിലേക്ക് വിളിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം പറഞ്ഞാൽ എല്ലാം നല്ല രീതിയിലാട്ടെ. ആരും അതാണെങ്കിൽ നല്ലോണം അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി മുസ്ഫിറ, ഓക്കെ ശരി എന്നാൽ. വലൈക്കും സ്ലാം. ഓക്കെ. മുസ്ഫിറാൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങ് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡ് നോക്കുമ്പോൾ കേട്ടോ ഇതൊക്കെ കാണുന്നത്. പോത്തുകളുണ്ട്, റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. മുപ്പര ബ്രദർ നല്ലൊരു കർഷകനാണ് എന്നാണ് പറഞ്ഞത്. ഈ റബ്ബർ തോട്ടങ്ങൾ ഞാൻ ഇത്ര ക്ലോസിൽ റബ്ബർ ഇങ്ങനെ ചെത്തി വെച്ചൊന്നും ഇതുവരെ കണ്ടില്ല കേട്ടോ. അപ്പോൾ മുസ്ഫിറാൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? അവൾ പറഞ്ഞത് കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് വേണ്ടത്, കുറച്ചൊരു എഡ്യൂക്കേഷനുള്ള ഒരാളായിരിക്കണം എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. ഒരുപാട് ഡിഗ്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ ബ്രദറിൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇനിയൊന്നുമില്ല. അടുത്തൊരു വീഡിയോയിൽ ഇതുപോലുള്ള ഇനിയൊരാളുടെ കല്യാണ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.